അതാ നമ്മുടെ ആള്. ഞങ്ങളിവിടെ തന്നെ കാണും. കാര്യം തീർത്ത് പെട്ടെന്നിങ്ങ് പോരെ. അവൾ കുളിക്കാൻ പോയപ്പോൾ ഞാൻ അവളുടെ ഫോൺ എടുത്തു ട്രാൻസ്ഫർ ചെയ്യാൻ. അപ്പോൾ ഒരു മെസ്സേജ് വന്നു. ഞങ്ങൾ പാരലലി അഡോപ്ഷനും കൂടി നോക്കുന്നുണ്ട്. ദാറ്റ്സ് അപ് ടു യു. ലെറ്റ്സ് ട്രൈ എന്നേ ഞാൻ പറയും. ഡിസിഷൻ നിങ്ങളുടേതാണ്. എന്തുപറ്റി? കുറ്റബോധം ആ വിഷയമെങ്കിൽ പടിക്ക് പുറത്തു നിർത്തണം. അതിനെ ഏറ്റ പണി വൃത്തിയായി തീർക്കണം. നിങ്ങൾ ഇത്ര ഡിസപ്പോയിൻറ്റഡ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ സ്പേം എടുത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ റിസൾട്ട് വരട്ടെ. തവണ കൂടി വെയിറ്റ് ചെയ്താൽ എന്തെങ്കിലും ഹോപ്പ് ഉണ്ടാവും. പിന്നെ ഈ IVF ട്രീറ്റ്മെൻറ്റ് എന്നൊക്കെ പറയുന്നത് 100% സക്സസ് റേറ്റ് ഉള്ള ട്രീറ്റ്മെൻ്റ് ഒന്നുമല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇവിടെ സ്പേം പ്രൊഡക്ഷൻ കുറവുള്ള എല്ലാവർക്കും കുട്ടികളുണ്ടാവേണ്ടതല്ലേ. അങ്ങനെ അല്ലല്ലോ. നമുക്ക് നോക്കാം എംബ്രിയോ ഡെവലപ്പ് ആവുന്നു. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ഫസ്റ്റ് ടൈം ആണെന്നറിയാം. കൈ വിറയ്ക്കരുത്. തീരുന്നത് അവനായിരിക്കണം. ഇന്നലെ ഞാൻ കുറച്ച് ഫണ്ട്സ് ഉണ്ടാക്കാൻ നോക്കി. ഒരു ലാസ്റ്റ് ട്രൈ, എങ്ങനെയെങ്കിലും ഇത് സേവ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അവളുടെ കയ്യിലും കുറച്ച് ഫണ്ട്സ് ഉണ്ട്, പക്ഷെ അവളെ തരത്തില്ല. സോ അവൾ കുളിക്കാൻ പോയപ്പോൾ ഞാൻ അവളുടെ ഫോൺ എടുത്തു ട്രാൻസ്ഫർ ചെയ്യാൻ. അപ്പോൾ ഒരു മെസ്സേജ് വന്നു. അത് അവൻ്റെ ആയിരുന്നു. സെൻഡ് മോർ ഡിയർ. ഓൺ ദ അതർ ഹാൻഡ് ഇതും കൂടെ നടക്കട്ടെ, എന്തെങ്കിലും പോസിറ്റീവായിട്ടുണ്ടാകും. வாழ்ந்தவர் யாரடா?